ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൻപയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു കപ്പ് വൻപയർ എടുത്തിട്ട് 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് അല്പം വെള്ളവും ഉപ്പും 2 പച്ചമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് അല്പം മസാല വറുത്തിട്ട് അരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, പിന്നീട് 5 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 15 ചെറിയ ഉള്ളിയും, അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മല്ലി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കറി വയ്ക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടായാലും ചെയ്തെടുക്കാവുന്നതാണ്. ചെറുതായി ഒന്ന് വഴറ്റിയിട്ട് ഇത് നമുക്ക് പാനിൽ നിന്നങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ തേങ്ങ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം അരച്ചെടുക്കാം. ഈ മസാലയൊക്കെ തണുത്ത് വരുന്ന സമയം കൊണ്ട് അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയിലേക്കും തക്കാളിയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാല നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ തക്കാളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. അരച്ച മസാല കൂടി ചേർത്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ആ വെള്ളത്തോടു കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഗ്രേവി അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ പയറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനൊപ്പം അതുപോലെ പുട്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.